ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും രാവിലെ എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് അമ്പലങ്ങളിലൊക്കെ പോയി വിസിറ്റ് ചെയ്ത് പൂക്കളങ്ങൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ രാവിലെ ഒന്ന് പുറത്തൊക്കെ പോയി വന്നു, സദ്യ കഴിച്ചു, ഉറങ്ങി എഴുന്നേറ്റു, ക്ഷീണമൊക്കെ മാറി. അപ്പം ഞാനിന്ന് എൻ്റെ ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒഫീഷ്യലി ഞങ്ങളുടെ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണെന്ന് ഫോർ 7 days. അപ്പം ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാണിക്കും. സോ പ്ലീസ് ഡു വാച്ച് മൈ വീഡിയോസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വൺസ് അഗെയിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം തുടങ്ങല്ലേ. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ കിടക്കുവാണ്. റൂമൊക്കെ ആപ്പാടം അലമ്പായി കിടക്കുക. എൻ്റെ പാക്കിംഗ് ഒക്കെ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ 2 വാർത്തയെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബൂട്ട്സ് മേടിച്ചു. കണ്ടു, അവിടെ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച ബൂട്ട്സ് ബെൽറ്റ് പാക്ക് ചെയ്യുന്ന എങ്ങനെ? പിന്നെന്തിനാ എൻ്റെ നിന്ന് മേടിച്ച്? വലിയ കാര്യത്തിൽ ബെൽറ്റ് അങ്ങനെയൊക്കെയോ പാക്ക് ചെയ്യാന്നും പറഞ്ഞെടുത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ബെൽറ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ ബെൽറ്റ് ഇങ്ങനെ ചുരുട്ടി ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നു. പിന്നെ വേണമെങ്കിൽ ഇതുപോലെ മടങ്ങുന്ന കുറച്ച് പാൻസൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറ്റിയാൽ കുറച്ചൊക്കെ സ്പേസ് കിട്ടും. ഇത് ഇങ്ങനെയൊക്കെ കയറ്റിയാൽ നമുക്ക് കുറച്ച് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. ഓൾമോസ്റ്റ് പാക്കിംഗ് തീരാറായി. റൂമൊക്കെ ആപ്പാടലമ്പ. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു. ഇനി എൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട കാര്യങ്ങൾ, കുറച്ച് ലിപ്സ്റ്റിക്സ്, പിന്നെ ഫേസ് വാഷ്, പിന്നെ അഫ്കോഴ്സ് സൺസ്ക്രീൻ. ഇതൊരു സ്പ്രേ സൺസ്ക്രീൻ, ഇതൊരു ലോഷൻ, പിന്നെ മോയ്സ്ചറൈസർ, ഒരു അണ്ടർആം റോൾ-ഓൺ, പിന്നെ ഒരു സിറം ആൻഡ് മസ്കാര, ഐലൈനർ, ഇതൊക്കെ. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ. ബാക്കി ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു. ഇനി നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് റെഡിയാവാൻ പോവാണ്. അത്യാവശ്യത്തിന് മെഡിസിൻസ് എടുത്തിട്ടുണ്ട്, ഒരു അലർജീൻ്റെയും പിന്നെ ഗ്യാസിൻ്റെ ടാബ്ലറ്റ്. അപ്പോൾ ആ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഇനി റെഡി ആവണം. ഫ്ലൈറ്റിൻ്റെ ടൈം ആകുന്നു. ഇനി ഒന്ന് പോയി ഫ്രഷ് ആകുക, റെഡി ആയിട്ട് നേരെ എയർപോർട്ടിലേക്ക്. അപ്പം റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഇനി നേരെ എയർപോർട്ടിലേക്ക് പോകാൻ പോണ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു 1 hour ഡിലേയും കൂടെ ഉണ്ട്. എന്തായാലും എയർപോർട്ടിലേക്ക് ഇപ്പം തന്നെ പോവാണ്. രാത്രി 1:35 ഫ്ലൈറ്റ്. ഇപ്പം 10 o'clock ആയി. ഇനി വേഗം ഇവിടുന്ന് പോയാലേ നമുക്ക് ട്രാഫിക്കെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പം ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ടിക്കറ്റെല്ലാം കിട്ടി. ഇനിയിപ്പം ഇമിഗ്രേഷനിലേക്ക് പോകണം. അപ്പം ബോർഡിങ് കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് എന്താ പറയുക. ഓക്കെ, ബൈ.